ഇന്ന് വൈകുന്നേരത്തേക്കുള്ള സിമ്പിളായിട്ടുള്ളൊരു മസാല ടീയും ഒരു പഴവും റവയും വെച്ചിട്ടുള്ള ഒരു കേസരി ബോളുമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമ്മൾ പാല് ആദ്യം തന്നെ കാച്ചാൻ വേണ്ടി അടുപ്പത്ത് വെച്ചു. പാലെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഒരു 4 കപ്പ് പാലും 2 കപ്പ് വെള്ളം കൂടിയാണ് എടുത്തേക്കുന്നത്. കൂടുതൽ പാലെടുക്കുമ്പോൾ ചായക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഒരു 2-3 കഷ്ണം ഏലക്കായും 2-3 കഷ്ണം പട്ടയും, ഏലക്കായ കീറിയതും പട്ടയാണ് കേട്ടോ. അത് ആദ്യം തന്നെ ഇട്ട് തിളക്കാൻ വേണ്ടി വെക്കുക. എന്നിട്ട് പഞ്ചസാര 2 ടേബിൾ സ്പൂൺ, വലിയ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടു. ഒരുവിധം നന്നായി ചൂടായി കഴിയുമ്പോൾ തന്നെ നമ്മളൊരു 1.5 ടേബിൾ സ്പൂണ് ലീഫ് ടീ ആണ് ഇട്ടേക്കുന്നത് കേട്ടോ. AVTയുടെ ഗ്രീൻ കളറിലെ AVTയുടെ ലീഫ് ടീ ആണ്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ചായയാണ്. ലീഫ് ടീ ആയതുകൊണ്ട് തന്നെ തിളച്ചിട്ടിടാൻ നിൽക്കരുത്. കുറച്ച് മുമ്പ് തന്നെ ചൂടായി കഴിഞ്ഞാൽ തിളക്കാൻ വരുമ്പോൾ തന്നെ നമുക്ക് ഇടാൻ പറ്റും. തള വരുമ്പോൾ 2-3 പ്രാവശ്യം ഇങ്ങനെ ആറ്റി കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ തൂവി പോവാണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടൊക്കെ നിന്നാൽ മതി. എന്നിട്ടൊരു 5 മിനിറ്റോളം അത് കിടന്ന് തിളക്കണം. അപ്പോഴാണ് ആ ചായപ്പൊടിയുടെ ടേസ്റ്റും മസാലയുടെ ടേസ്റ്റൊക്കെ ആയിക്ക് ഇറങ്ങി നല്ല ഒരു ഫ്ലേവർ കിട്ടുക കേട്ടോ. എന്നും നോർമൽ ചായ അല്ലേ ഉണ്ടാക്കുക, അപ്പോൾ ഇടയ്ക്കൊരു ചേഞ്ചിന് ഒരു മസാല ടീ ഒക്കെ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് കുറച്ച് നേരം 5 മിനിറ്റ് ഇങ്ങനെ ചെറിയ തീയിൽ കിടന്ന് തിളച്ചതിന് ശേഷം അരിച്ചിട്ട് നമുക്ക് ഗ്ലാസ്സൊക്കെ പാരാം. പിന്നെ അതിൻ്റെ കൂടെ ഒരു ഈസി ആയിട്ടുള്ള സ്നാക്കും കൂടിയാണ് കേട്ടോ. എന്നാൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാത്ത വളരെ സിമ്പിളായിട്ടുള്ള പഴം ഏതായാലും വീട്ടിലുണ്ടായിരുന്നു. ഇപ്പോൾ മൈസൂർ പഴമോ പൂവമ്പഴമോ എന്താണോ നമ്മുടെ വീട്ടിലുള്ളത് ആ പഴവും കുറച്ച് മൈദപ്പൊടിയും കുറച്ച് റവയും പഞ്ചസാരയൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്ക് ചായയുടെ കൂടെ കുടിക്കാൻ വേണ്ടിയിട്ട് അതും കൂടി ഉണ്ടാക്കുന്നുണ്ട്. ഈ മസാല ടീ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ പുറത്തുനിന്നൊക്കെ പോകുമ്പോൾ ഊട്ടിയിലും ഇവിടെയൊക്കെ പോകുമ്പോൾ കഴിക്കുന്ന നല്ല ടേസ്റ്റുള്ള സെയിം ടേസ്റ്റുള്ള ചായ നമുക്ക് കിട്ടും. കൂടുതൽ പാൽ ആഡ് ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു ടിപ്പ്. പിന്നെ ഈ കുറേ നേരം തിളക്കണം. ലീഫ് ടീ ഇല്ലെങ്കിലും നല്ല സ്ട്രോങ് ആയിട്ടുള്ള AVTയോ കണ്ണൻ ദേവൻ്റെയൊക്കെ ചായപ്പൊടി കൊണ്ട് ഞാൻ ഉണ്ടാക്കാറുണ്ട്. കുറച്ച് കൂടുതൽ നേരം തിളക്കണം എന്നുള്ളതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഈസി ആയിട്ടുള്ള സ്നാക്ക്. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടി നമ്മളെടുക്കുന്നത് കുറച്ച് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്, ഒരു ഇച്ചിരി ഒരു തൈ ഉപ്പും, പിന്നെ ഒരു 3 പൂവമ്പഴമാണെന്ന് വീട്ടിലുണ്ടായിരുന്നത്, അതുകൊണ്ട് പൂവമ്പഴം എടുത്തുന്നേ ഉള്ളൂ. മൈസൂർ പഴം ആയാലും കുഴപ്പമില്ല. പിന്നെ ഇത് മൈദയും റവയും അര കപ്പ് വീതം റെഡ് മിക്സ് ചെയ്ത് വെച്ചതാണ്. അങ്ങനെ ഈ ഇൻഗ്രീഡിയൻസ് മാത്രമേ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ പഴം ആദ്യം തന്നെ നന്നായി ഒന്ന് കുഴയ്ക്കണം. കൈകൊണ്ടോ അല്ലെങ്കിൽ സ്മാഷർ ഉണ്ടെങ്കിൽ അതുകൊണ്ടോ എന്നുണ്ടെങ്കിൽ നന്നായി ഒന്ന് പഴം ഉടക്കുക കേട്ടോ. പഴം ഉടയ്ക്കുക നന്നായിട്ട്. അങ്ങനെ ഉടച്ച പഴത്തിലേക്ക് നമ്മൾ ഈ പഞ്ചസാരയും ഉപ്പും ഒക്കെ ചേർക്കുക. ഒരു തരി ഉപ്പ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ കേട്ടോ. കൂടുതലായി കഴിഞ്ഞാൽ ഉപ്പിൻ്റെ ടേസ്റ്റ് വരും. അങ്ങനെ ഒരു ഇച്ചിരി ഉപ്പ് എടുക്കുക. പിന്നെ പഞ്ചസാര ആഡ് ചെയ്യുക. പഞ്ചസാര ഇനി കുട്ടികളൊക്കെ ഉള്ളവരാണ്, കൂടുതൽ പഞ്ചസാര വേണ്ടവരൊക്കെ ആണെങ്കിൽ നന്നായി പഞ്ചസാര ഒരു 4 ടേബിൾ സ്പൂണൊക്കെ ആക്കി കൂട്ടാം കേട്ടോ. ഇനി ഷുഗറൊക്കെ ഉള്ളവരാണെങ്കിൽ പഞ്ചസാര ഇടാണ്ട് ഉപ്പ് കുറച്ച് കൂടുതലിട്ടാലും കുഴപ്പമൊന്നുമില്ല. ഒരു ന്യൂട്രൽ ടേസ്റ്റ് ഉള്ളതായിട്ട് കിട്ടും. പിന്നെ ഈ മൈദയും റവയും കൂടിയുള്ള മിക്സ്ചറും കൂടി ഇതിലേക്ക് കുറേശ്ശെ ആഡ് ചെയ്ത് കുഴയ്ക്കുക കേട്ടോ. എന്നിട്ട് കറക്റ്റ് അത് ഫുൾ ആഡ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇങ്ങനെ കറക്റ്റ് എന്നിട്ട് കുറച്ച് നേരം നമ്മളൊരു 10-15 മിനിറ്റ് മൂടി വെക്കുക. കാരണം റവ ഒന്ന് നനഞ്ഞ് കഴിഞ്ഞാൽ ഒന്നിങ്ങോട്ട് പൊങ്ങുമല്ലോ. ഒന്ന് പൊങ്ങാൻ വേണ്ടി കുറച്ച് നേരം മൂടി വെക്കുക. കുറച്ച് കട്ടിയാവുകയും ചെയ്യും. അപ്പോൾ അതിന് ഷേപ്പൊക്കെ നല്ല കറക്റ്റായിട്ട് കിട്ടും. എന്നിട്ട് എണ്ണ തിളപ്പിക്കാൻ വേണ്ടി അടുപ്പത്ത് വെക്കുക. എന്നിട്ട് തിളച്ച എണ്ണയിലേക്ക് നമ്മളിങ്ങനെ കൈ കൊണ്ട് ഉരുട്ടി ബോൾസാക്കി അതിലിടുക കേട്ടോ. റവ ആയതുകൊണ്ട് തന്നെ ഷേപ്പാക്കാനൊന്നൊരു പണിയില്ല, കുറച്ച് കട്ടിയിൽ തന്നെ നിന്നോളും. അങ്ങനെ എല്ലാതും ഇങ്ങനെ ഇട്ടിട്ട് എണ്ണയിൽ ഇങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇടാം. ഒരു ഗോൾഡൻ കളർ ആവുന്നവരെ നമ്മൾ സാധാരണ എല്ലാതും പൊരിച്ചെടുക്കുന്ന പോലെ ഗോൾഡൻ കളർ ആവുന്നവരെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് അവസാനം കോരിയെടുക്കാം. ഇതും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. ഒരുപാട് സാധനങ്ങളൊന്നും വീട്ടിലില്ല, പെട്ടെന്ന് വൈകുന്നേരം ചായക്ക് ഒരു കടി എന്തെങ്കിലും ഉണ്ടാക്കണം എന്നൊക്കെ തോന്നുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കാണ് കേട്ടോ. സാധാരണ നമ്മൾ ഈ പഴം കൊണ്ട് നമ്മൾ മൈദപ്പൊടിയൊക്കെ മാത്രം ചേർത്തിട്ട് എപ്പോഴും ഉണ്ടാക്കാറുണ്ട്. കുറച്ച് റവയും കൂടി ചേർക്കുമ്പോൾ കുറച്ചും കൂടി ക്രിസ്പിനെസ് വരും, കുറച്ചും കൂടി ടൈറ്റ് ആവും. മൈദയുടെ മാത്രമുള്ള പോലത്തെ സോഫ്റ്റ്നെസ് അല്ല, പക്ഷേ ഒരു കേസരിയുടെയും റവ കേസരിയുടെയൊക്കെ ഒരു ടേസ്റ്റ് ഇതിലേക്ക് വരും. അങ്ങനെ അപ്പോൾ അധികം ഇതൊന്നുമില്ലാതെ വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് എപ്പോഴേലും ഒന്ന് ഫ്രീ ആകുമ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഗുഡ് ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.